ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഗൂഗിൾ ക്രോമിൻ്റെ 5 എക്സ്റ്റൻഷനെ കുറിച്ചാണ്. ഈ എക്സ്റ്റൻഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ChatGPT ഫോർ ഗൂഗിൾ എക്സ്റ്റൻഷൻ എന്ന് ടൈപ്പ് ചെയ്യുക. ഇതിൽ ആദ്യം കാണുന്ന ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ആഡ് ക്രോം എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആഡ് എക്സ്റ്റൻഷൻ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് നിങ്ങൾ സൈനപ്പ് ചെയ്യേണ്ട. സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് അത് പ്ലാൻ പർച്ചേസ് ചെയ്യാൻ പറയും. ഇത് നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. മുകളിൽ എക്സ്റ്റൻഷനിൽ പോയാൽ നിങ്ങൾക്ക് അവിടെ ChatGPT ഫോർ ഗൂഗിൾ എന്ന് കാണാം. അത് നിങ്ങൾക്ക് പിൻ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ പുറത്ത് കാണാൻ പറ്റും. ഇനി നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ഏത് സൈറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ സൈറ്റോ അല്ലെങ്കിൽ പേജിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ആർട്ടിക്കിളിനെ കുറിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഒരു സമ്മറൈസ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ChatGPT അവിടെ വലത്ത് ഭാഗത്ത് കാണിക്കും. ഇനി അടുത്ത എക്സ്റ്റൻഷൻ്റെ പേരാണ് യൂട്യൂബ് സമ്മറി വിത്ത് ChatGPT. ഇത് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് ഗൂഗിളിൽ ടൈപ്പ് ചെയ്തിട്ട് ആ രണ്ടാമത് കാണുന്ന ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെയും നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആഡ് ടു ക്രോം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആഡ് എക്സ്റ്റൻഷൻ ചെയ്യുക. ഇനി നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വലത്ത് ഭാഗത്ത് നിങ്ങൾക്ക് അതിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ കാണാൻ പറ്റും. ആ വീഡിയോനെ കുറിച്ചുള്ള ട്രാൻസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ ചുരുക്കം ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ആ യൂട്യൂബ് വീഡിയോയിൽ എന്ത് കണ്ടൻറ്റാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് മുഴുവൻ വീഡിയോ കാണണോ വേണ്ടിയോ എന്നുള്ളത് ആ കണ്ടൻറ്റ് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇനി നമുക്ക് മൂന്നാമത്തെ എക്സ്റ്റൻഷൻ നോക്കാം. അതാണ് റീഡർ ChatGPT. ഇതിൽ നമുക്ക് ആദ്യം കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെയും നിങ്ങൾ ആഡ് ടു ക്രോം എന്ന് കൊടുത്ത് എക്സ്റ്റൻഷൻ ക്രോമിൽ ആഡ് ചെയ്യുക. ഇനി നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ പേജിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് സമ്മറൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. നിങ്ങൾ ആദ്യം കണ്ട എക്സ്റ്റൻഷൻ്റെ ഏകദേശം സിമിലർ തന്നെയാണ് ഇതും. ചെറിയ കണ്ടൻറ്റിൽ വ്യത്യാസമുണ്ട് എന്ന് മാത്രം. ഇനി നമുക്ക് അടുത്ത എക്സ്റ്റൻഷൻ നോക്കാം. മെർലിൻ 1 ക്ലിക്ക്. അത് നമ്മൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണുന്ന മെർലിൻ 1 ക്ലിക്ക് ആക്സസ് ടു പവർഫുൾ AI പ്ലഗിൻ എന്ന് പറഞ്ഞ് കാണുന്നത് അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെയും ആഡ് ടു ക്രോം എന്നിട്ട് ആഡ് ടു എക്സ്റ്റൻഷൻ എന്ന് കൊടുക്കുക. ഇത് നിങ്ങളവിടെ എക്സ്റ്റൻഷനിൽ പോയിട്ട് ഇത് നിങ്ങൾ അവിടെ പിൻ ചെയ്യുക. ഇത് നിങ്ങൾ ഗൂഗിൾ വെച്ച് സൈനപ്പ് ചെയ്യുക. എന്നിട്ട് ലോഗിൻ ചെയ്യുക. നിങ്ങൾ ഏതെങ്കിലും സൈറ്റിൻ്റെ വേർഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറിച്ച് അറിയണമെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് ChatGPT ഫോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സെൻറ്റൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ വേർഡിനെ കുറിച്ചോ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെ അറിയാൻ പറ്റും. നിങ്ങൾക്ക് കൂടുതൽ സംശയമുണ്ടെങ്കിൽ താഴെ വീണ്ടും ടൈപ്പ് ചെയ്ത് നോക്കുക. എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് താഴെ ലഭിക്കുന്നതാണ്. ഇനി അടുത്ത എക്സ്റ്റൻഷൻ നമുക്ക് നോക്കാം. അതിൻ്റെ പേരാണ് ഗോസ്റ്റ് റൈറ്റ് ChatGPT ഇമെയിൽ അസിസ്റ്റൻറ്റ്. എന്നിട്ട് ആഡ് ടു എക്സ്റ്റൻഷൻ കൊടുക്കുക. ഇവിടെ നിങ്ങൾ ജോയിൻ വിത്ത് ഗൂഗിൾ എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും മെയിൽ ID വെച്ചിട്ട് നിങ്ങൾക്കത് സൈൻ ഇൻ ചെയ്യാം. ഇനി നമുക്കിവിടെ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾ Gmail ഓപ്പൺ ചെയ്തിട്ട് കോമ്പോസിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾ അവിടെ സബ്ജക്റ്റ് മാറ്റർ അടിച്ചു കൊടുത്തിട്ട് റൈറ്റ് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളെ ആ സബ്ജക്റ്റിൽ ആ മാറ്റർ വെച്ചിട്ടുള്ള മെയിൽ നിങ്ങൾക്ക് AI വെച്ചിട്ട് അത് ജനറേറ്റ് ചെയ്ത് തരും. അവിടെ നിങ്ങളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എഡിറ്റ് താഴെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇനി അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കഴ്സർ വെച്ച് നിങ്ങൾക്കത് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ആർക്കാണോ വേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.